ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്രിക്കറ്റ് വീഡിയോ ആണ്. പക്ഷേ ഇന്നത്തെ ക്രിക്കറ്റ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഇന്നേ വരെ കളിക്കാത്ത ഒരു ബോളിലാണ് നമ്മളിന്ന് മാച്ച് കളിക്കാനായിട്ട് വന്നിരിക്കുന്നത്. വിൻഡ് ബോൾ എല്ലാവരും കണ്ടാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും മഴയത്ത് എനിക്ക് തോന്നുന്നു ഇതിലാണ് ഇപ്പോൾ കളി തോന്നുന്നത്. പിന്നെ നെറ്റ്സ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ നെറ്റ്സ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം സ്വിങ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബോളിലാണ് നമ്മൾ ഇന്നത്തെ കളി. ഇതുവരെ ലൈഫിൽ ഇതുവരെ നമ്മൾ കളിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളതൊന്നും ഓപ്പോസിറ്റ് ടീം കൂടെ സ്ഥിരം കളിയുണ്ട്. സ്ഥിരം കളിയുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. കാരണം ബോളൊക്കെ ഇടിച്ചിട്ട് ഇതെങ്ങനെയാണെന്നുള്ള തിരിപ്പൊക്കെ വർക്കാവോ എന്താണെന്നുള്ളതെന്ന് അറിഞ്ഞൂടാ. പുതിയ AP ഒക്കെ വന്നു. APയുടെ കളിയല്ലോ. കൊണ്ട ഇത്തിരി കാണാൻ ഇതൊരു പ്ലാസ്റ്റിക് ബോൾ കണക്ക് ഇരിക്കുകയാണെങ്കിലും പക്ഷെ അത്യാവശ്യം കൊണ്ട നല്ല വേദന ഇരിക്കും. പക്ഷെ അടി കൊണ്ടാ പോകുന്നുണ്ടല്ലോ. അടി പോകുന്നുണ്ട്. സ്വിങ് ഒക്കെ ചെയ്യും എനിക്ക് തോന്നുന്നു. സ്വിങ് ചെയ്യും എന്തായാലും ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ കളിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ടോസ് ഇട്ടിട്ട് എന്താണ് നോക്കാം. ഗൈസ്, ഇതിന് കുറച്ച് നിയമങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ബാക്ക് 6ഉം 4ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ അത് വയ്ക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല അടുത്താണ്, പിച്ച് തമ്മിൽ നല്ല അടുത്താണ്. നല്ല സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടറിയണം കോഷി എന്താ നടക്കാൻ പോകുന്നതെന്ന്. അനീഷ എങ്ങനെയുണ്ട് 2 ബോൾ ബാറ്റ് ചെയ്തപ്പോൾ? LB ഒക്കെ ഉണ്ടല്ലോ. LB ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്? ബാക്ക് 6ഉം 4ഉം ആണ്. പിന്നെ യാർഡ് നല്ല അടുത്താണ്. അതുകൊണ്ട് എന്താവോ എന്തോ. അതെ, AP ഇല്ലാതെ കളിക്കുന്നവർക്ക് ഒരു 2 മുഴയും കൊണ്ട് പോവാം. ഗൈസ്, ടോസ് നമുക്ക് കിട്ടി. നമ്മൾ ബോളിംഗ് എടുത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വലിയ വകുപ്പൊന്നും അറിവിടാത്തതുകൊണ്ട് നമ്മൾ ബോളിംഗ് ആണ് എടുത്തിരിക്കുന്നത്. സോ നമ്മളിനി ബോളിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ.
കിട്ടി. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ കളിക്കാൻ. ഭയങ്കര സ്വിങ്ങൊക്കെ എന്തരാവോ. കിടക്കണം അവിടെ, എനിക്കില്ല. ഭയങ്കര പാടാണ്ടോ കീപ്പറിന് ബോൾ പിടിക്കാൻ. ടൈസ് ഇത് കൊള്ളാം കേട്ടോ. നല്ല മഴയെ കൊള്ളെടുത്ത് കളിച്ചല്ലേ, കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇതുവരെ കളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കൊള്ളാം. ഡക്കായില്ല, 2 റൺ അടിച്ചു. അത് പിന്നെ ബോൾ ഇത്തിരി ടാസ്ക് കളിച്ച് പഠിച്ചാലേ നടക്കുള്ളൂ. അവന്മാർ 100 സംതിങ് അടിച്ചു. നമ്മൾ 50-ൽ 5 വിക്കറ്റായി. 9 ഓവർ 50-ൽ 5. കൊള്ളാം. ഗണപതി ഈഗോ ഹർട്ട് ചെയ്യിച്ചുടേ. ഉണ്ട്. പാഴ് ബോളറാണോ, പതുക്കെ ആട്ടിയിട്ട് കൊടുക്കുന്ന ബോളറാണോ? കമന്റ് വരും. ഓ ഗണപതി അഗൈൻ. കമോൺ ഗണപതി. ഷോട്ട്. പത്ത് ഓവർ 76-ൽ 6. ഫോർ. ഗൈസ് ഇനി 12 ബോൾ 27. അപ്പോൾ ഇനി ഇത് ഡബിൾ ഇന്നിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 15 ഓവറും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി വിജയെ വയ്ക്കാൻ പറ്റും. കാരണം ഇവർ സ്ഥിര ഇതിൽ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവരോട് നമ്മൾ ഇനി ഒരു 27 റണ്ണോടി മതി. എന്തായാലും കുഴപ്പമില്ല, ഡബിൾ ഇന്നിങ്സ് ആണല്ലോ. ആ പുള്ളി നോട്ട് ചെയ്തോ കേട്ടോ. ആ പുള്ളിയാണ് ഈ പുള്ളി. റിക്കി ബ്രോയുടെ അപരൻ നമ്മളവിടെ ഉള്ള ലലൻ ബ്രോ. ഇതായിരുന്നത് അല്ല റിക്കി നിങ്ങളെ പോലെ ഇരിക്കട്ടാ. ലാസ്റ്റ് ഓവറാണ്. ഇനി 5 ബോളിൽ 13 വേണം. വൈഡ്. യഥാർത്ഥ നിയമം വെച്ച് ഇപ്പം അനീഷ് മാറിയത് വൈഡല്ല, ഇപ്പോഴത്തെ നിയമം. അലമ്പുണ്ട് അനീഷിൻ്റെ. അനീഷ് അലമ്പുണ്ട. ഔട്ടല്ല, ഫ്രണ്ടിൽ നിന്ന്. നേരത്തെ കീപ്പർ ക്യാച്ചാണ് അത്. ഞാൻ ഔട്ടല്ല, ഇത് വീഡിയോ കണ്ട് കറക്റ്റ് ഔട്ട്. ഞാൻ പിന്നെ പാവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് അത് ഔട്ടല്ല, കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അലമ്പ്. അലമ്പുണ്ട് അവിടെ അലമ്പുണ്ട. ബൗൾഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പിടിച്ചാണെന്ന് പറയുന്നത്. ഗൈസ് അവർക്ക് 14 റൺസിൻ്റെ ലീഡാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത 15 ഓവർ ഇട്ട് ഇതിൽ എറിയാൻ ഇത്തിരി കടുക്കും കേട്ടോ. നാട്ടുമൊക്കെ കല്ലാവും. ഞാൻ എൻ്റെ ആക്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാണ് അറിയണം. മറ്റേ സൈഡാമണക്കല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് അറിഞ്ഞോ. നാട്ടു കല്ലാവും കല്ല്. ഇപ്പോൾ അടുത്ത 15 ഓവർ എറിയട്ടെ.
ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ വിൻഡ് ബോൾ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്കിന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ബോളിങ്ങിലും ചെയ്യാൻ പറ്റില്ല. നമ്മളെ സാധനം തിരിപ്പൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ബോൾ പുറത്ത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിന്നൊക്കെ വരും. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഞാൻ പറയാം, മഴയത്തും കൂടി കളിച്ച് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ മഴയത്ത് കളിക്കും, അതോടെ നോക്കട്ടെ. പിന്നെ ഈ പേസ് നല്ല ബാക്ക് പിടിക്കുകയാണ്, നല്ല പേസിൽ എറിഞ്ഞാലേ നല്ല സ്വിങ്ങൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കളിക്കാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു ഗൈസ്. നല്ല എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഭയങ്കര സ്വിങ്ങൊക്കെ ചെയ്ത് ബാറ്റ് ചെയ്തിട്ട് പാടാണ്. ഞാൻ എന്തായാലും ബാറ്റ് ചെയ്തില്ല. കമൻറ്റ് ബോക്സിൽ ഇന്ന് ആഘോഷിക്കാനുള്ളതായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ ഗൈസ്, ലവ് യു ഓൾ.